പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കിഴക്കേ പച്ചയിൽ 3 വയസ്സുകാരിയെ കാണാനില്ല. പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കുട്ടിയെ കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം വിവരം അറിയിക്കുക. സീതാറാം സാർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ദിനേഷ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു സാർ. എനിത്തിങ് സീരിയസ്? കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു കുട്ടിയെ കാണാതായിട്ട് ഇപ്പോ 2 ദിവസമായി. നമുക്ക് ഇതേവരെ ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ബോർഡറിൽ അടച്ചിട്ടുണ്ട്. പ്രതികൾ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. ഓ, അത് ശരി. സാറിന്റെ വിങ്ങിലെ ഒരാളുണ്ടായിരുന്നല്ലോ, മുമ്പ് ടെററിസ്റ്റ് അറ്റാക്ക് നടന്നപ്പോൾ അവരെയൊക്കെ പിടിക്കാൻ സഹായിച്ച ഒരാൾ. റിയൽ മാഡ്മാൻ, വൺ മിസ്റ്റർ. നമ്മുടെ ജിമ്മിയുടെ കാര്യമാണോ ഉദ്ദേശിച്ചത്? അത് തന്നെ സാർ, അതെ. ജിമ്മിയുടെ കാര്യമാണെങ്കിലേ ഒന്ന് ആലോചിക്കേണ്ടി വരുമല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ജാൻസി ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ജിമ്മി 1 മാസം ലീവിലാണ്. എന്തുപറ്റി സാർ? കഷ്ടമായി പോയല്ലോ. സാർ, ഇനി ജിമ്മിയുടെ ശത്രുക്കളാരെങ്കിലും അപായപ്പെടുത്തിയതാണോ? ഏയ്, അങ്ങനൊന്നുമല്ല. അന്ന് ബാംഗ്ലൂർ നല്ല മഴയായിരുന്നു. വണ്ടി സ്കിഡായിട്ട് മറ്റൊരു വണ്ടിയിൽ ചെന്ന് കയറുകയായിരുന്നു. ജിമ്മിയെപ്പോലെ തന്നെ മിടുക്കരായിട്ടുള്ള വേറെയും ആളുകളുണ്ട്. നമുക്ക് അവരിൽ ആരെങ്കിലും ഒന്ന് നോക്കിയാ പോരെ? ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം ജിമ്മി തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്നാണ്. സാർ ഒന്ന് ശ്രമിച്ചു നോക്ക് സാർ. എന്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. എന്തായാലും ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസായതുകൊണ്ട് ഞാൻ ജിമ്മിയായിട്ടൊന്ന് സംസാരിക്കട്ടെ. ജിമ്മിച്ച, എൻ ഹൃദയത്തിൻ കൂട്ടിലുണ്ടാകും നിൻ കാലൊച്ച എൻ കാതിൽ എന്നെന്നും മുഴങ്ങിടും. നീ അകലെയാണെങ്കിലും നിന്നോർമകളെന്നെ പുണർന്നിടും. നിന്നോർമകളെന്നെ പുണർന്നിടും. നിന്നോർമകളെന്നെ പുണർന്നിടും. ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ജിമ്മിച്ചൻ മോന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അവൻ ഉറക്കം എഴുന്നേക്കാൻ ഭയങ്കര മടിയനാണ്. സ്കൂൾ വിട്ട് വന്നാലും ഉറങ്ങി തൂങ്ങി അവൻ വരുള്ളൂ. അപ്പൊ ശരി ജിമ്മിച്ച, പോയി വരാം. ഓക്കെ സാർ, ഞാൻ വേണ്ടത് ചെയ്തോളാം സാർ. ശരി, ഞാൻ പോകുന്നു. മോനെ ഒന്ന് നിക്കണേ. മോന്റെ പേരെന്തുവാ? ജിമ്മി. ഹലോ സാർ. ജിമ്മിക്കായിട്ട്
അടുത്തൊരു ദൗത്യമുണ്ട്. നമ്മുടെ നാട് ഡ്രഗ് മാഫിയയുടെ പിടിയിലമർന്നിരിക്കുകയാണ്. ഇവിടെ ബീച്ചിനടുത്തായിട്ട് ഒരു ഡ്രഗ് ഡീലിംഗ് നടക്കുന്നതായിട്ടുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് താങ്കൾ ഇവിടുന്ന് വന്ന് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കണം. ക്രിസ്റ്റഫർ ഹെൻറി എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ സംഘത്തലവൻ. അതുകൊണ്ട് വളരെ കരുതലോട് വേണം മുന്നോട്ട് പോകാൻ. അവര് രക്ഷപ്പെടാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും നമ്മൾ അടച്ചു വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ സാർ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. കാശില്ലാത്തവന്മാർ കൊടുക്കാൻ സാധനമൊന്നുമില്ല. പടാ ചേട്ടാ, ഇതൊരു മുക്കുത്തിയ, ഇതെടുത്തിട്ട് സാധനം. ഇതിലൊരു ചോരമയുണ്ടല്ലോടാ. അമ്മയുടെ മൂക്കുത്തിയ ചേട്ടാ, കുറച്ച് ബലപ്രയോഗം നടത്തേണ്ടി വന്നു. ആരെ നിൽക്കടാ, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലാ. ചേട്ടാ, എന്റെ മൈൻഡ് വിട്ടു പോകുന്നു ചേട്ടാ. ചേട്ടാ ബൈ, ആ സാധനം എടുക്ക. എന്നടാ കൊണ്ടുപോ. നീ ആ സ്കൂളിന്റെ സൈഡിലൊക്കെ പോയി കുറച്ച് കുട്ടികളെ കൊണ്ടുപോടാ. നിനക്കുള്ള സാധനം ഫ്രീ ആയിട്ട് ഞാൻ തന്നേക്കാം. പിന്നെ കൂടുതൽ നേരം ഇവിടെ നിന്ന് കറങ്ങണ്ട കേട്ടോ. വാടാ പോവാ. ഓക്കെ ബൈ, വാടാ പോവാ. നല്ല മാറ്റുള്ള മൂക്കൂത്തിയാ. 2 എണ്ണം കൊടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതും നമുക്കൊരു ലാഭമായി. സാറേ സാറേ താ സാറേ താ സാറേ ഇത് സാറേ താ സാറേ അറിയിക്കടാ സാറേ. നിന്നെ പോലുള്ളവന്മാർക്ക് മയക്കുമരുന്ന് തരുന്നവന്മാരെ ഇല്ലാതാക്കാൻ വന്നവനാടാ ഞാൻ. ഇനി ഒരിക്കലും ആരും ഇവിടെ മയക്കുമരുന്നിന് അടിമയാവാൻ ഞങ്ങൾ അനുവദിക്കില്ലടാ. എനിക്കില്ല ഇല്ല പറ്റത്തില്ല സാറേ. എന്നെ ഒന്ന് കൊന്നിട്ട് പോ സാറേ. ഹലോ ടീം, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്റെ ലൊക്കേഷനിലോട്ട് വരണം. ഒരാളെ ഡി അഡീഷണൽ സെന്ററിൽ കൊണ്ടുപോകാനാണ്. ഹലോ, ആണോ? ഞാൻ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തോളാം. ഹലോ രഘു, എന്റെ മോന്റെ സ്കൂളൊന്ന് നേരത്തെ വിട്ടായിരുന്നു. ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ? ആണോ? കുഴപ്പമില്ല, ഞാൻ പിക്ക് ചെയ്തോളാം. ജിമ്മി പറയ്. ഫിറോസ് എവിടുണ്ട്? ഞാൻ ഇവിടെ ബീച്ചിന്റെ സൈഡിൽ ഇരിക്കുന്നു. എങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എനിക്ക് മോന്റെ സ്കൂൾ വരെ ഒന്ന് പോകണം. അവന്റെ സ്കൂളൊന്ന് നേരത്തെ വിട്ടായിരുന്നു. എനിക്ക് അവനൊന്ന് പിക്ക് ചെയ്യാൻ പോകണം. ഫിറോസ് ഒരു പണി ചെയ്. ഫിറോസ് അവരെ ഒന്ന് ഫോളോ ചെയ്. വിവരങ്ങൾ അപ്പം എന്നെ ഒന്ന് അറിയിക്കണം. ഞാൻ എന്റെ മോനെ ഒന്ന് വീട്ടിലാക്കിയിട്ട് ഞാൻ ആ സ്പോട്ടിലോട്ട് എത്തിക്കണം. ഓക്കെ? ശരി, ഞാൻ നോക്കിക്കോളാം.
കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു സൂരജ് ഭായ്? നമ്മളെ ആരോ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ആണോ? സൂരജ്, ആ ക്യാമറ ഒന്ന് കണക്ട് ചെയ്യാവോ? ആ റിവേഴ്സ് ക്യാം ഒന്ന് കണക്ട് ചെയ്തേരെ. അവരെത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ ബായ്. ഇപ്പൊ കണക്ട് ചെയ്യാം. കണക്ട് ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് നോക്കട്ടെ. ആരായിരിക്കും ഇത്? സൂരജ്, എത്രയും പെട്ടെന്ന് അവരുടെ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യണം. ബായ്, അത് നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആണോ? എങ്കിൽ ഒരു കാര്യം ചെയ്, നമ്മുടെ നെറ്റ്വർക്ക് സകലമാനതും ഡീആക്ടിവേറ്റ് ചെയ്തേരെ. ഇപ്പൊ തന്നെ ചെയ്യണം. റൈറ്റ് നൗ. ബായ്, നമ്മുടെ മൊബൈൽ ഉൾപ്പെടെയുള്ള എല്ലാം ഡീആക്ടിവേറ്റ് ചെയ്യാം. ഗുഡ് ഡിസിഷൻ. ഇനി നമ്മളുടെ ഒരു ഡീറ്റെയിൽസ് പോലും അവർക്ക് കിട്ടാൻ പാടില്ല. നിങ്ങളൊരു കാര്യം ചെയ്തേരെ, എത്രയും പെട്ടെന്ന് നമ്മുടെ ക്യാമ്പിലോട്ട് വെക്കോ. ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം. വേഗം വേണം. പോകുന്ന വഴിക്ക് അവനെയും കൂടെ പൊക്കിക്കോ. അവനെ പൊക്കിയിട്ട് നമുക്ക് കളത്തിലോട്ട് പോടാം. ബൈ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഏതായാലും നമുക്കൊന്ന് കരുതിയിരിക്കാം. ഇനി അവനിവിടുന്ന് ഒരു തിരിച്ചുപോക്കില്ല. പിടിച്ച് കേട്ടണം. പിന്നെ ആരാടാ അയച്ച? പറയടാ. വരുന്നുണ്ടടാ നിന്റെ കാന്തകൻ. ഇവനെ അങ്ങ് കൊന്നേക്ക്. സാർ, അവരുടെ നെറ്റ്വർക്ക് അവര് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഫിറോസ് അവരെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. ഇല്ല സാർ, ആപത്താണെന്ന് എനിക്കറിയാം സാർ. പക്ഷെ എന്റെ നാടിന് വേണ്ടി ഞാൻ പോകും സാർ. ഫിറോസ് എന്ത് പറ്റി? ഫിറോസ് സൂരജ് ഭായ്, ഇവന്റെ സർവ്വ ഡീറ്റെയിൽസും എനിക്കിപ്പോ കിട്ടണം. ഓക്കെ ബൈ. സൂരജ്, ഇതവന്റെ ഐഡിയ ആണ്. എനിക്കിത് എത്രയും പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് വേണം. ബായ്, അവന്റെ സർവർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ അതാണ് കാര്യം. നമ്മളെ അങ്ങോട്ട് തീർത്ത് കളയാൻ വേണ്ടി വന്നതാണ് ഇവന്റെ അഡ്രസ്, അവന്റെ സകലമാന ഡീറ്റെയിൽസ്. ഗുഡ് ജോബ് സുരേഷ് ഭായ്. താങ്ക് യു ബായ്. ഇവനെ ഇനി എന്ത് ചെയ്യണം ബായ്? ഒരു കാര്യം ചെയ്, അടുത്തുള്ള പുഴയില് ഇവനെ കൊണ്ടുപോയി കല്ല് കെട്ടി താഴ്ത്തിയരെ. ജിമ്മിച്ചാ ബായ്, മോൻ മരിച്ചിട്ടില്ല. നീക്ക് ഇവനെ തല്ലിയല്ലേടാ? സുരേഷ് ഭായ്, സുരേഷ് ഭായും തല്ലിയില്ലേ? എന്തിന്? ഞാൻ പോലും നിന്നെ തല്ലിയില്ലടാ. എന്നിട്ടും നിനക്കൊന്നും പറ്റിയില്ലെങ്കിൽ നീ വേറെ ലെവലാടാ സുരേഷ് ഭായ്. നീ ഇനി തിരിച്ചു വന്ന സ്ഥിതിക്ക് നിന്റെ മരണം അതിനി എന്റെ കൈകൊണ്ട് തന്നെ. നീ എന്താ വിചാരിച്ചു? എടാ, നിന്റെ മകൻ പഠിക്കുന്ന സ്കൂളിന്റെ മുമ്പിലും ഞങ്ങളുടെ ഒരു ഏജന്റ് ഉണ്ടോ. അവിടുത്തെ പിള്ളേർ ആ കടയിന്ന് എന്നും ചോക്ലേറ്റ് മേടിച്ച് കഴിക്കാറുണ്ട്. പറയാൻ പറ്റൂല, നിന്റെ മകനും ഇപ്പൊ മയക്കുമരുന്നിന് അടിമയായിരിക്കും. അവനെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത നിസ്സഹായകനായ പിതാവ്. അതാടാ നീ. നിന്റെ സർവ്വ ഡീറ്റെയിൽസും എനിക്ക് ട്രാക്ക് ചെയ്ത് തന്നു മൈ മാസ്റ്റർ ബ്രെയിൻ സുരേഷ് ഭായ്. സ്കൂൾ വിട്ട് വന്നാലും ഉറങ്ങി തൂങ്ങി അവൻ വരുള്ളൂ. ഞങ്ങളെ തീർത്ത് കളയാൻ പിന്നെ പറഞ്ഞു വിട്ടവന്മാർക്ക് ഇതൊരു പാഠമായിരിക്കണം. No, no. Suraj bhai, Suraj bhai, Suraj bhai, Suraj bhai, Suraj bhai.
ഫിറോസ് എന്ത് പറ്റി? ഫിറോസ് സാർ, മിഷൻ സക്സസ്.